നിങ്ങൾ എറണംകെട്ട ആൾക്കാർ ഭരിക്കുന്നതുകൊണ്ട് വന്നിരിക്കുന്നു പറഞ്ഞ ഒരു ലോ ക്ലാസ് തമാശ പറയല്ലോ റിയാസ് ചെയ്തിട്ടുള്ളത്. നേരത്തെ നൗഫൽ പറയില്ല, നാം ഒരുമിച്ച് നിന്ന ചരിത്രമാണ് നമുക്കുള്ളത്. അങ്ങനെയൊന്നും അല്ല. UDFൻ്റെ കാലത്ത് നിശ്ചിതമായി അവർ വിമർശിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ സംസാരിച്ചാണല്ലോ. നിപ്പ എറണംകെട്ട ആൾക്കാർ ഭരിക്കുമെന്ന് നിപ്പ വരുമെന്ന് പറഞ്ഞ ആളാണ് കെ മുരളീധരൻ. അപ്പോൾ ഒരുമിച്ച് നിൽക്കലിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ല. നിപ്പ വന്നു, നിപ്പ റാണി, കോവിഡ് വന്നു, കോവിഡ് രാജകുമാരി. KPCC അധ്യക്ഷനായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ വാക്കാണ്. ആ വിമർശനങ്ങളൊക്കെ വന്നിരിക്കുന്നത് പിന്നീടാണ്. ഈ രോഗാവസ്ഥയുടെ സമയത്തൊന്നും അത്ര വിമർശനങ്ങൾ വന്നിട്ടില്ല. ഈ രോഗാവസ്ഥയുടെ കാര്യത്തിൽ കേവല വിമർശനം ഉന്നയിക്കുകയല്ല, ആ രോഗാവസ്ഥയെ ഹാൻഡിൽ ചെയ്യുന്നതിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള പരാജയങ്ങളെ ചൂണ്ടിക്കാണിച്ചാണല്ലോ റിയാസ് രംഗത്ത് വരുന്നത്. അല്ലാതെ ഇത് മുഴുവൻ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ എറണംകെട്ട ആൾക്കാർ ഭരിക്കുന്നതുകൊണ്ട് വന്നിരിക്കുന്നു പറഞ്ഞ ഒരു ലോ ക്ലാസ് തമാശ പറയല്ലോ റിയാസ് ചെയ്തിട്ടുള്ളത്. റിയാസ് വളരെ കൃത്യമായിട്ടുള്ള അയാളുടെ മണ്ഡലത്തിലുള്ള ആൾക്കാണ് ഇത് പറ്റിയിട്ടുള്ളത്. ആ മണ്ഡലത്തിൽ നിങ്ങളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ, എൻ്റെ മണ്ഡലത്തിലെ വോട്ടർമാരും എൻ്റെ നേതൃത്വവും അല്ലെങ്കിൽ സഹായവും എയ്ഡും ആഗ്രഹിക്കുന്ന സമയമാണ്. എനിക്ക് അവരോട് സംസാരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ സംസാരിക്കാൻ നിങ്ങൾ എനിക്ക് ഈ കോൾ സെൻറ്ററിൽ നിന്നുള്ള അവസരം ഒരുക്കി തരൂ എന്നാവശ്യപ്പെടുകയാണ്. അതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കാൻ വൈകുന്നതാണ് ആ സീൻ പോലും അവിടെ ഉണ്ടായത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എവിടെയാണ് DM എവിടെയാണെന്ന് ചോദിക്കുന്നു, മന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്യണം. ഈ ആവശ്യങ്ങളൊക്കെ ജെന്യുവിനായ ആവശ്യമാണല്ലോ. കാരണം ഈ സമീപകാലത്ത് കേരളം കുറേ അധികം ഇത്തരം ആരോഗ്യകരമായിട്ടുള്ള കെടുതികളെ കണ്ടതാണ്. ആ കെടുതികൾ നമ്മളെ ഭയപ്പെടുത്തിയതാണ്. ആ ഭയത്തിൽ നമുക്ക് മോചനമുണ്ടാക്കി തരുന്നതിൽ നമ്മുടെ ഭരണകൂടം വലിയ പങ്ക് വഹിച്ചു. ആ പങ്ക് വഹിച്ചതിന് ആ ഭരണകൂടത്തെ റിവാർഡ് ചെയ്തിട്ടാണല്ലോ രണ്ടാം പിണറായി വിജയൻ സർക്കാർ വരുന്നത്. കോവിഡിൻ്റെ കാലത്തായാലും കൊള്ളാം, നിപ്പയുടെ കാലത്തായാലും എല്ലാം ലോകം തന്നെ പ്രശംസിച്ച തരത്തിലുള്ള, നമ്മൾ എത്ര വിമർശിച്ചാലും ലോകം വിമർശിച്ചിട്ടുള്ള തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് നാം. അത് സർക്കാർ മാത്രമല്ല, കേരളത്തിൽ ആകമാനമുള്ള മനുഷ്യരുടെ സിവിക് സെൻസും സഹകരണവും എല്ലാം അതിൽ പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ട്. പക്ഷെ അതിൽ ഭരണകൂടത്തിൻ്റെ നേതൃപരമായ പങ്കാളിത്തം, ഇത്തരം വലിയ കെടുതികൾ വരുന്ന സമയത്ത്, വലിയ തോതിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധികൾ വരുമ്പോൾ നേതൃത്വം ഇറങ്ങി നിൽക്കുക, ഞങ്ങൾ മുമ്പിൽ നിന്ന് നയിക്കുന്നുണ്ട് എന്ന ഫീലും ആത്മവിശ്വാസവും കൊടുക്കുക എന്നുള്ള പ്രധാനമാണ്. അതിന് തിരുവനന്തപുരത്ത് ഇരുന്നാൽ പോരാ. നിപ്പ എന്ന് പറഞ്ഞാൽ ഈ കേരളം സമീപകാലത്ത് കണ്ടുള്ള ഏറ്റവും ഭയജനകമായ രോഗമാണ്. അത്രയും മോർട്ടാലിറ്റി റേറ്റ് കൂടിയ രോഗമാണ്. അത് വന്ന ആളുകൾ അതിജീവിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. അത് കോഴിക്കോട് വീണ്ടും പൊട്ടിപ്പുറപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ, അതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ, ക്രമീകരണങ്ങൾ നടത്താൻ, സ്റ്റഡീസ് നടത്താനൊക്കെ നേതൃപരമായ പങ്കാളിത്തം കൊടുക്കാൻ മന്ത്രി ഉണ്ടാവുക പ്രധാനമാണ്. ഒരു സംസ്ഥാനത്ത് ഏറ്റവും വിപത്കരമായ ഒരു വൈറസ് പൊട്ടിപ്പുറപ്പെടുമ്പോൾ അതിനല്ലേ ഊന്നൽ കൊടുക്കേണ്ടത്. അതല്ലാതെ തിരുവനന്തപുരത്ത് വേറെന്താ ജോലി? ബാക്കി എല്ലാ മീറ്റിങ്ങും ഇവിടെ നിന്നല്ലേ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അന്നത്തെ കാലത്ത് സർക്കാരിൻ്റെ, നോക്കൂ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട, ആക്ഷേപം കേട്ട വകുപ്പാണ് ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പിൽ എവിടെയും ഉണ്ടാകുന്ന ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പോലും മന്ത്രി റെസ്പോൺസിബിൾ ആണ് എന്ന മട്ടിലുള്ള രാഷ്ട്രീയ പ്രതിഷേധം ഉയർത്തിയ ആൾക്കാരാണ് UDFകാർ. ആ UDF ഇവിടെ ഭരണത്തിൽ വന്ന് ഈ പറയുന്ന ആരോഗ്യവകുപ്പിൻ്റെ അധികാരം എടുക്കുമ്പോൾ ആരോഗ്യവകുപ്പിൽ നടക്കുന്ന സകല കാര്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യത അവർക്കുണ്ട്. അതിൽ നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയില്ല.